ദാ കോൽക്കളിയൊക്കെ ആയിട്ട് അല്ലമീൻ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അടുത്ത ട്രാക്ക് മാറ്റിയുള്ള കോൽക്കളിക്കായി അല്ലമീനിലേക്ക് നമുക്കൊന്ന് പോകാം. അല്ലമീൻ, കോൽക്കളി തുടങ്ങിയോ? ആ പാട്ടാണോ ഈ കോൽക്കളിയാണോ നല്ലത്? സുജയ, പാലക്കാട് പാട്ടുപാടി ജയിക്കാനുള്ള തന്ത്രങ്ങൾ എല്ലാ മുന്നണികളും പയറ്റുകയാണ്. കളിയുണ്ട്, നൃത്തച്ചുവടുകളുണ്ട്. ഇപ്പോൾ പാലക്കാട് മേപ്പാടത്ത് നമ്മൾ കാണുന്നത് കോൽക്കളിയാണ്. UDF പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്. അവരുടെ കൊടിയൊക്കെ വീശിക്കൊണ്ട് കോൽ കളിച്ചുകൊണ്ട് വോട്ട് തേടുകയാണ്. ഇവിടെയാണ് അല്പസമയത്തിനകം കെ മുരളീധരൻ കൂടി വരാൻ പോകുന്നത്. അതിനു മുമ്പുള്ള ഒരു ആഘോഷ ലഹരിയിലാണ് പ്രവർത്തകരൊക്കെ തന്നെയും. വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകൾ, കൊടുമ്പിരി കൊണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വോട്ടിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയും ആര് വിജയിക്കുമെന്നുള്ളതും ആര് മുന്നേറുമെന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. അതിൽ ആര് പാട്ടുപാടി ജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുപോലെ തുള്ളിച്ചാടുന്നതും ആഹ്ലാദത്തിമർപ്പിൽ ആറാടുന്നതും ആരെ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും അതിന്റെയൊക്കെ ഒരു തുടക്കം പാലക്കാട് എല്ലാ മുന്നണികളും കുറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് മേപ്പാടം ടൗണിലാണ്. പാലക്കാട് മേപ്പാടം ടൗണിൽ കോൽക്കളിയുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത പ്രദേശത്ത് ഒരു കിലോമീറ്ററുകൾപ്പുറത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകൾ കയറി വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭവന സന്ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. കെ മുരളീധരൻ ഇവിടത്തേക്ക് എത്തുന്ന മുറയ്ക്ക് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഇവിടേക്ക് എത്തും. വലിയ പ്രവർത്തക പങ്കാളിത്തം കൂടി ഉറപ്പാക്കാനുള്ള നീക്കവും അവർ നടത്തുന്നുണ്ട്. അങ്ങനെ പാട്ടുപാടി വോട്ട് ചോദിച്ചൊക്കെ ഒരു വിജയം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് എല്ലാ ക്യാമ്പിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നല്ല ചൂടുണ്ട് സുജയ, പക്ഷേ ആ ചൂടിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രചരണ ചൂടാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അതിൽ വിവാദങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. കോൽക്കളി ഗംഭീരമായിട്ടുണ്ട്. അല്ലമീൻ, അടുത്തത് എന്താണ് അവിടെ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യോദ്ധ സിനിമ പോലെയാണ്. സാനിയോ വേഴ്സസ് അല്ലമീൻ. അവിടെ പാട്ടാണെങ്കിൽ ഇവിടെ കോൽക്കളിയാണ്. അല്ലമീൻ, അടുത്ത ഐറ്റം എടുത്തു വെച്ചോളൂ. സാനിയോ അടുത്ത പാട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടത് പോവാണ്. സാനിയോ, അല്ലമീന്റെ കോൽക്കളി കഴിഞ്ഞു. നമുക്ക് ഇപ്പുറത്തെ പാട്ട് എങ്ങനെയുണ്ട്? അടുത്ത പാട്ട് മിണ്ടുന്നില്ല മനുഷ്യൻ നാവറുത്തു പോയോ. അടുത്ത പാട്ട് പാടുമല്ലേ? പാടാം. സമയമില്ല, പെട്ടെന്ന് സമയമില്ല. എവിടെ പ്രജിത്ത് എവിടെ? പാട്ടുകാരൻ മുങ്ങിയോ സാനിയോ? ഓടി ഇവിടെ പെട്ടെന്ന് ലൈവാണ് പ്രജിത്തെ, വേഗം പാടൂ. അല്ലെങ്കിൽ വസീഫ് പാടുന്നാണ് പറയുന്നത് കേട്ടോ. പ്രജിത്ത് പാടിയില്ലെങ്കിൽ വസീഫ് പാടും. കഴിയൂപ്പം. എന്താ ഇത് വസീഫെ, ഒരു പാട്ടൊക്കെ പാടാൻ ഇത്രയ്ക്ക് ആലോചിക്കണോ? ഒരു ആർമാട്ട് പാടല്ലേ? ഇല്ല, ഞാനിവിടെ പാടുമെന്ന് പറയൂ സാനിയോ. താനിനം താനേ താനിന താനിന്നാനേ താനിനം താനും താനേ താനിന താനിന്നാനേ താനിന താനിനം താനേ താനിന താനിന്നാനേ താനിന താനിനം താനും താനേ താനിന താനിന്നാനേ മുത്തുമുസീലിയായി മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയായൊരു മുഞ്ചത്തി പെണ്ണ് വഞ്ചിയും കൊണ്ടിന്ന് ഇക്കാരൊക്കെ താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനും താനേ താനിന താനിന്നാനേ മുത്തുമുസീലിയാനും മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയായൊരു മുഞ്ചത്തി പെണ്ണ് വഞ്ചിയും കൊണ്ടിന്ന് ഇക്കാരൊക്കെ താനിന താനിന്നം താനേ താനിന താനിന്നാനേ സാനിയോ ട്രാക്ക് മാറ്റുവാണേ. താനിന്നം താനും താനേ താനിന താനിന്നാനേ. ഓക്കെ, ട്രാക്ക് മാറ്റിക്കോളൂ. ഇവയിൽ പാട്ടും പറച്ചിലും ഇവിടെ ഇങ്ങനെ തുടരുകയാണ്. നേതാക്കന്മാരും എല്ലാവരും ഒപ്പമുണ്ട്. ശരി, താങ്ക് യു. സാനിയയാണ് പാട്ടും പറച്ചിലുമായി നമുക്കൊപ്പം ചേർന്നത്. അല്ലമീൻ വക കോൽക്കളി നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കിനി 2 ക്യാമ്പുകളിൽ ഇത്രയും ആഘോഷമാണെങ്കിൽ അടുത്ത ക്യാമ്പിലേക്ക് കൂടി ഒന്ന് പോയി നോക്കണം.